നമസ്കാരം. താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കുന്നത് വികാരാധീനനായിട്ടാണ് എന്ന് മോഹൻലാൽ വ്യക്തമാക്കി. ഭരണസമിതി അംഗങ്ങളുടെ ഓൺലൈൻ യോഗത്തിലാണ് താരം വികാരാധീനനായത്. തീരുമാനമെടുക്കുന്നതിന് മുൻപ് താൻ ആദ്യം മമ്മൂട്ടിയോട് സംസാരിച്ചു. ഇതാണ് നല്ലതെന്നും മമ്മൂട്ടി പറഞ്ഞെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മലയാളത്തിലെ താരസംഘടന അമ്മയിൽ കൂട്ടരാജിയുണ്ടായത്. ഭരണസമിതി അംഗങ്ങളെല്ലാം രാജിവെച്ചു. പ്രസിഡന്റ് മോഹൻലാലാണ് രാജി ആദ്യം തീരുമാനിച്ചത്. 17 അംഗ കമ്മിറ്റിയാണ് രാജിവെച്ചത്. സംഘടനയിലെ അംഗങ്ങൾ അടുത്തിടെ ലൈംഗിക ആരോപണത്തിൽപ്പെട്ടതിനാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനെ തുടർന്നാണ് രാജി എന്നാണ് വിശദീകരണം. അമ്മയിലെ ഭിന്നത അടുത്തിടെ രൂക്ഷമായിരുന്നു. വൈസ് പ്രസിഡന്റ് ജഗദീഷിനൊപ്പം യുവതാരങ്ങളും വനിതാ അംഗങ്ങളും സംഘടിച്ചതും പ്രതിസന്ധിയുണ്ടാക്കി. താരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ തർക്കിച്ചപ്പോൾ ഭരണസമിതി രാജിവയ്ക്കുന്നതായി മോഹൻലാൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വൈകരുതെന്ന് യുവതാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലികമായി തുടരാനുമാണ് ആലോചന. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് പൃഥ്വിരാജ് അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു. പാർവതി തിരുവോത്ത് വിലക്ക് നേരിട്ടുവെന്ന് പറഞ്ഞതും മുൻപ് പൃഥ്വിരാജും അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവല്ലോ എന്ന ചോദ്യത്തിനും മറുപടി കൃത്യമായി നൽകിയിരുന്നു. പാർവതിക്ക് മുൻപ് നിങ്ങൾക്ക് മുന്നിൽ താനുണ്ട്. ശരിയാണ്, ഒരിക്കലൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ നിരോധനമെന്ന് അങ്ങനെ വിളിക്കുന്നത് തെറ്റാണ് എന്നും നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കി. ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ബഹിഷ്കരണമെന്ന് ഇന്ന് പറയുന്നത് അധികാരസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ അത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിലവസരം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തായാലും അഡ്രസ് ചെയ്യണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ലെന്നും പൃഥ്വിരാജ് പറയുന്നു. ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും വിലക്ക് പാടില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു പൃഥ്വിരാജ്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.